ആരാരുമില്ലാത്ത ഭിന്നശേഷിക്കാരായ മക്കളെ ആജീവനാന്ത ഏറ്റെടുത്ത് സംരക്ഷിക്കുകയാണ് ഞങ്ങൾക്ക് മക്കളില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഈ മക്കളെ സ്വന്തം മക്കളെ പോലെ ഏറ്റെടുത്തിരിക്കുന്നത്. ഒന്നുകൊണ്ടും ടെൻഷൻ ആവണ്ട, ഒരു വിഷമവും വേണ്ട. എല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ട്. നമ്മൾ മുന്നിലേക്ക് വരുമ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ട് നിൽക്കാറുണ്ട്. ഒരു വിഷമവും വേണ്ട. ടീച്ചറുടെയും ഏട്ടൻ്റെയും ആഗ്രഹം പ്രകാരം എത്രയും പെട്ടെന്ന് മക്കൾ ഈ വീട്ടിലേക്ക് ഇരിക്കും. ഹലോ, നമസ്കാരം. ഞാൻ നിങ്ങളുടെ നവാബ് ഷൊർണൂർ. ഞാനിപ്പോൾ ഉള്ളത് അട്ടപ്പാടി ദയാശ്രയ റീഹാബിലിറ്റേഷൻ സെന്ററിലാണ് കേട്ടോ. മക്കളുടെ ഒരു ദുരവസ്ഥ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. ആരോരുമില്ലാത്ത ഈ അനാഥ മക്കൾക്ക് വേണ്ടിയിട്ട് അവർക്കിപ്പം താമസിക്കാൻ ഒരു ഇടയില്ലാത്തൊരവസ്ഥ, വളരെ പരിമിതമായ ഒരു വീട്ടിലാണ് ഇപ്പോൾ അവർ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹാളിൻ്റെ പണിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 2150 സ്ക്വയർ ഫീറ്റുള്ളൊരു ഹാളാണ് ഇപ്പോൾ പണിയാൻ വിചാരിച്ചിരിക്കുന്നത്. ഇപ്പോൾ അതിന് ബാക്കി പണി ചെയ്യാനുള്ള ഫണ്ട് ഇല്ലാത്തതുകൊണ്ട് നിർത്തിവെച്ചിരിക്കുകയാണ്. നിങ്ങളെ കൊണ്ട് ആകും വിധം ഈ ആരോഗ്യമില്ലാത്ത മക്കൾക്ക് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനയും ഒരു രൂപയാണ് പോലും നിങ്ങൾ ഈ മക്കൾക്ക് വേണ്ടി സഹായിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നമ്മളെ തൊട്ട അയൽവാസികളാണ്. അവരെ സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്നവരാണ്. നല്ല രീതിയിലാണ് അവർ മക്കളെ പോറ്റുന്നത്. അവർക്ക് രണ്ടുപേർക്കും മക്കളില്ല. അതുകൊണ്ട് എനിക്ക് കുറേ വർഷങ്ങളായിട്ട് ഇവരെ അറിയാവുന്നതാണ്. അവർക്ക് വേണ്ട സഹായ സാധനങ്ങൾ എല്ലാവരും ചെയ്തു കൊടുക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ മക്കളുടെ ദയനീയാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളൊക്കെ അടച്ചുറപ്പുള്ള വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ മക്കൾ കിടക്കുന്ന വീടാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ആ വീട്ടിൽ നിന്നും എത്രയും പെട്ടെന്ന് ഇപ്പോൾ പണി നടക്കുന്ന ഈ വീട്ടിലേക്ക് അവർക്ക് മാറണം. നിങ്ങൾ എല്ലാവരും സഹകരിച്ചാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. നിങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായം 10 രൂപയാണെങ്കിൽ ആ 10 രൂപ താഴെ കാണുന്ന ഈ അക്കൗണ്ട് നമ്പറിലേക്ക് അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി പണമായി തരാൻ കഴിയാത്തവരുണ്ടാവും, സ്ഥാപനങ്ങൾ ഉണ്ടാവും സ്വന്തമായിട്ട്. അവർക്ക് മെറ്റീരിയൽസ് തന്നിട്ട് നമ്മുടെ മക്കളെ ചേർത്ത് നിർത്താം. നിങ്ങൾ ഓരോരുത്തരും വിചാരിച്ച ഈ മക്കള് സുരക്ഷിതമായിട്ട് ഈ വീട്ടിലേക്ക് മാറാൻ കഴിയും. അപ്പോൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക, എല്ലാവരിലേക്കും എത്തിക്കുക. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ചേർത്ത് നിർത്തുക.